Good morning and good evening. How are you everybody? പ്രഭാതവന്ദനങ്ങൾ, സന്ധ്യാവന്ദനങ്ങൾ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം ആഗ്രഹിക്കുന്നത് ലഭിക്കണം എന്നുള്ള ചിന്തയാണ്. In our life we always have the desire that we should receive whatever we want. അങ്ങനെ നാം ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ലെങ്കിൽ നാം നിരാശിതരായി മാറും. And when we don't receive what we want, we become sad. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ വരാതിരിക്കാൻ But in order for us not to be sorrowful, ഒരേ കാര്യം നാം ചെയ്യണം. we must do one thing. അത് എത്ര പേർക്ക് നിരാശ വരാൻ ആഗ്രഹമുണ്ട്? How many of you want to be sad in life? ദൈവത്തിൽ നാം ആശ്രയിക്കണം. If you don't want to be sad, you must desire in God. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. And if you trust in God, you will never have to be sad in life. എഫേസ്യർ 3:20 നാം പഠിക്കുമ്പോൾ, When we study Ephesians 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. it says, now to him who is able to do immeasurably more than all we ask or imagine, according to his power that is at work within us. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനേക്കാളും അത്യന്തപരമായി തരുന്ന ഒരു ദൈവമുണ്ട്. We have a God who gives us more than we can ask or imagine. Do not limit God. ദൈവത്തെ ഒരിക്കലും ലിമിറ്റ് ചെയ്യരുത്. You must never limit God. നാം ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കും. We preach about God. ദൈവത്തെ ഇഷ്ടമാണ്. We like God. ദൈവവചനം വായിക്കും. We read the word of God. നാം ശക്തിപ്പെടും. We become strengthened. ഇങ്ങനെ സത്യങ്ങളും വശങ്ങളും എല്ലാം അറിയാം. We know the truths and concepts. പക്ഷേ നാം പലപ്പോഴും നമ്മുടെ വാക്കിലൂടെ, മനസ്സിലൂടെ, നോട്ടത്തിലൂടെ എല്ലാം ദൈവത്തെ ലിമിറ്റ് ചെയ്യുകയാണ്. But many times through our words, through our thoughts and through our seeing, we limit God. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ദൈവത്തെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടോ? Have you limited God in any area of your life? നമ്മൾ ചില കാര്യങ്ങൾ ദൈവം ചെയ്യുമെന്ന് പറയും. We say that God will do some things. ചില കാര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ ലിമിറ്റ് ചെയ്യും. But in other things, we say that God is not able to, and we limit God. അതിൻ്റെ അർത്ഥം നമുക്ക് 100% യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ലെന്നുള്ളതാണ്. That means we do not have 100% faith in Jesus Christ. നമ്മുടെ ജീവിതത്തിൽ 100% യേശുവിൽ വിശ്വാസമുണ്ടാകണം. We must have 100% faith in Jesus. Do not limit God. ദൈവത്തെ പരിമിതിപ്പെടുത്തരുത്. നിങ്ങൾ പരിമിതിപ്പെടുത്തിയാൽ If you limit God, നിങ്ങളുടെ ജീവിതം മുഴുവൻ തകരാറിലാവും. your life will get into destruction. അത് വരാതിരിപ്പാൻ, In order for you not to go to that place, അതുകൊണ്ട് എപ്പോഴും നല്ല സന്തോഷമുള്ളവരായിരിക്കണം. so you must always be joyful people. കാരണം ദൈവത്തെ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം പെയിൻഫുള്ളായിട്ട് തോന്നും. Because when we limit God, everything will seem painful in life. എന്നാൽ ദൈവത്തെ നാം ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ But when we believe in God deeply, എല്ലാം ഭംഗിയായി നടക്കും. everything will happen beautifully. എന്താണ് നിങ്ങളുടെ ആവശ്യം? What is your need? നിങ്ങൾ യു ആസ്ക് ഗോഡ്. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ When you ask God, ആ ദൈവത്തിന് തരാൻ കഴിയും. God can give that to you. ആമേൻ. ദൈവം വിശ്വസ്തനാണ്. God is faithful. ഒരിക്കൽ ഞാൻ ബസ്സിൽ കയറി. Once I got on a bus. ഞാൻ പൈസ എടുക്കാൻ മറന്നുപോയി. I forgot to take my money. എനിക്ക് ഏതാണ്ട് 20 കിലോമീറ്റർ യാത്ര ചെയ്യണം. I had to travel around 20 kilometers. ഞാൻ ആ ബസ്സിൽ കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ When I was on the bus and waiting, കണ്ടക്ടറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഞാൻ പൈസ മറന്നുപോയത് ഓർത്ത്. when the conductor came close to me, I realized that I forgot my money. ഉടനെ ഒരാൾ എന്നെ പതുക്കെ തട്ടി. That time what happened, a person touched me. എനിക്ക് ആ വ്യക്തിയെ അറിയുകയില്ല. I didn't know that person, പക്ഷെ ആ വ്യക്തിക്ക് എന്നെ അറിയാമായിരുന്നു. but that person knew me. ആ വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ടിക്കറ്റ് എടുക്കണ്ട, ഞാൻ എടുത്തോളാമെന്ന്. He said, Pastor, you don't have to take the ticket, I will take it for you. ഉടനെ ഈ കണ്ടക്ടർ വന്നപ്പോൾ, ദൈവമേ എൻ്റെ ഈ പൈസ ഇല്ലല്ലോ എന്നേ ഞാൻ പറഞ്ഞോളൂ. So when the conductor came to me, what I said was, oh my God, I don't have the money. ഞാൻ ചോദിക്കുന്നതിനേക്കാളും നനയ്ക്കുന്നതിനേക്കാളും ദൈവം എന്നെ നടത്തി. So God led me more than I could ask or even think about. എന്നാൽ ദൈവം ഭയങ്കര വിശ്വസ്തനായ ദൈവമാണ്. But
You know what? God is a very faithful God. ആ പോയ വഴിയിൽ On the way, ആ ചെന്ന സ്ഥലത്ത് ചില വ്യക്തികൾ രക്ഷിക്കപ്പെട്ടു. where I went, on the way, certain people got saved. ആമേൻ. ചിലർ സുവിശേഷ വേലക്കാരായി മാറി. So some people became ministers of God. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. In our life, God will do miracles. ആമേൻ. ഡു നോട്ട് ലിമിറ്റ് ഗോഡ്. ദൈവത്തെ പരിമിതിപ്പെടുത്തരുത്. നിങ്ങൾ ഇതുവരെ പരിമിതിപ്പെടുത്തിയോ? Until now, have you limited God? ഇനിയും ചെയ്യരുത്. Don't do it again. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുക. Believe in Jesus. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I will pray for you. നിങ്ങളുടെ മകളുടെ വിഷയത്തിൽ, In your daughter's mission, മകന്റെ വിഷയത്തിൽ, in your daughter's and ബിസിനസ് son's issue, വിഷയത്തിൽ in your business issue, നിങ്ങൾ ദൈവത്തെ ലിമിറ്റ് ചെയ്തു. don't limit God. ലിമിറ്റ് ചെയ്യേണ്ട. Don't limit Him. അത് നടക്കാൻ പോവുകയാണ്. That is going to happen. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്യുന്നു. Father, I bless these children. ഇപ്പോൾ തന്നെ ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ യഹോവ ആരാണെന്ന് വെളിപ്പെടുത്താൻ പോകുന്നതിന് നന്ദി പറയുന്നു. At this moment, I thank you that you're going to reveal who the Lord is to these children who are watching the YouTube message. യേശുവിന്റെ നാമത്തിൽ ആ മിറക്കിൾ സംഭവിക്കട്ടെ. In the name of Jesus, let the miracle happen. കർത്താവിന്റെ കരം ഇറങ്ങണമേ. രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. Let your hand come upon them. Let the sick be healed. ഇപ്പോൾ ചില യൗവനക്കാർ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. At this time, some young people are watching me. ഒരു ബെൻ എന്ന് പറയുന്ന ഒരു മകൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. There is a son named Ben who's watching this message. ദൈവം അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകുന്നു. God is going to bring changes in his life. ഒരു ഷില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കാണുകയാണ്. A person named Schiller is watching this video. ദൈവത്തിന്റെ കരം ഇതാ തൊടുകയാണ്. The hand of the Lord is touching you. നിങ്ങളുടെ വീടിനകത്ത് ചില മിനിസ്ട്രിയുടെ വാതിലുകൾ തുറക്കാൻ പോകും. Some doors of ministry are going to open in your work. കർത്താവേ, സകല ജനത്തെയും ബ്ലസ് ചെയ്യണമേ. Father, bless all these people. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus. ആമേൻ. Amen. God bless you. Love you. God bless you.